തികഞ്ഞ വിജയപ്രതീക്ഷയെന്ന് സുരേഷ് ഗോപി. ക്രോസ് വോട്ടിംഗ് ആരോപണത്തിന് മറുപടി പറയുന്നില്ല. ശവക്കല്ലറിയിൽ നിന്ന് വന്ന് ആരും തൃശൂരിൽ വോട്ട് ചെയ്തിട്ടില്ല. നിയമപരമായി നടപടികൾ പൂർത്തിയാക്കിയവരാണ് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉള്ളത്. പുതിയ വോട്ടേഴ്സിനെ പരമാവധി ചേർക്കാൻ കഴിഞ്ഞെന്നും സുരേഷ് ഗോപി പറഞ്ഞു. തൃശൂർ പൂരം പോലീസ് നടപടി മുകളിൽ നിന്നുള്ള നിർദ്ദേശമില്ലാതെ നടക്കുമെന്ന് കരുതുന്നില്ലെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു. അത് എനിക്ക് തോന്നുന്നു സ്ഥിരം വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ അവരിതിനകത്ത് ഭയങ്കര ട്യൂണിങ് ഉള്ള ആൾക്കാരാണ്. ഇതിപ്പോൾ അവരിൽ പലരും ലീവ് എടുക്കുകയോ അല്ലെങ്കിൽ സ്കൂളിൽ ഇൻവിജിലേഷൻ നടക്കുകയോ ഒക്കെ ചെയ്യുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ പലരും ഇതിനകത്ത് മാറി നിന്നതിൻ്റെ പേരിൽ എനിക്ക് തോന്നുന്നു ഒരു പരിചയവും ഇല്ലാത്ത പെട്ടെന്നങ്ങോട്ട് ഇത് അഡാപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറേ ആൾക്കാർ ബാങ്കിങ് മേഖലയിൽ നിന്നൊക്കെ കൊണ്ടുവന്നിട്ടു. അതാണ് തൃശ്ശൂർ ഞാൻ കേട്ട ഒരു. പക്ഷേ കളക്ടർ അതിനകത്ത് എനിക്ക് തോന്നുന്നു സ്പീഡപ്പ് ചെയ്യാൻ. പക്ഷേ അതൊക്കെ ഒരു ക്രിമിനൽ സിറ്റുവേഷനാണ്. കാരണം അതികഠിനമായ ചൂട്. നിങ്ങൾ വോട്ടേഴ്സിനെ ഇലക്ഷൻ കമ്മീഷൻ സെലിബ്രിറ്റീസിനെ വെച്ച് പറഞ്ഞ് വരെ ക്ഷണിക്കുകയാണ്. എത്ര ചെയർ ഇട്ടിട്ടുണ്ടായിരുന്നു വയസ്സായവർക്കിരിക്കാൻ? വെള്ളം എത്ര വെച്ചു? വെള്ളമൊന്ന് എടുത്തു കൊടുക്കാൻ ആളിനെ വെച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് തണലില്ലെങ്കിൽ തണലൊരുക്കാൻ ആളുണ്ടായിരുന്നു. രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ അഡ്മിനിസ്ട്രേഷണൽ സംവിധാനമാണ് ഇലക്ഷൻ എന്ന് പറയുന്നത്. അതിൽ വോട്ട് ചെയ്യാൻ വരുന്ന ജനങ്ങൾക്ക് എത്ര മര്യാദയാണ് കൊടുക്കാൻ സാധിച്ചത്? അവരെ 2 മിനിറ്റ് ഒരാൾക്ക് അതിൽ കൂടുതൽ എടുക്കാൻ ഒക്കത്തില്ല. ഇപ്പം ഞാൻ 10ാമതായിട്ടിരുന്ന ആളാണ്. 1ാമത് വന്നു. പക്ഷെ വേറെ പലർക്കും വഴി വിട്ടുകൊടുത്തു. 10ാമതിരുന്ന ആളാണ് ഞാൻ. എത്ര മണിക്ക് അവിടെ വന്നിരുന്നു, എത്ര മണിക്ക് പോളിംഗ് തുടങ്ങി, എത്ര മണിക്കാണ് ഞാൻ വോട്ട് ചെയ്തതെന്ന് നിങ്ങൾ നോക്കൂ. ക്ലോക്ക് നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ. ഫുൾ റണ്ണിങ് ലൈവ് അല്ലായിരുന്നു അല്ലേ? നോക്ക്. ഷുഡ് ഇറ്റ് ടേക്ക് സോ മച്ച് ഓഫ് ടൈം? എല്ലാവരും ബ്രിസ്ക് ആയിരിക്കണം. ആ ഒരൊറ്റ ദിവസമേ ഉള്ളൂ. 62 ദിവസം കടന്ന് നടുപൊടിച്ച് വരുന്ന ആൾക്കാരുണ്ട്. 65 ദിവസവും ചിന്തിച്ച് തീരുമാനമെടുത്ത് ആവേശത്തോടെ വോട്ട് ചെയ്യാൻ വരുന്നവരുണ്ട്. എല്ലാവരുടെയും സമയം മാനിക്കപ്പെടണം. കുന്നുകൂടാൻ സമ്മതിക്കരുത്. ക്യൂ കൂടാൻ സമ്മതിക്കരുത്. ആ രീതിയിൽ ഫാസ്റ്റായിട്ട് നിൽക്കണം. അല്ല, അതൊന്നും ഇല്ലാന്നോ ഉണ്ടെന്നോ പറയാൻ ഞാൻ ആളല്ല. അത് പാർട്ടിയുടെയോ അല്ലെങ്കിൽ നേതാക്കളുടെയോ തീരുമാനമാണെങ്കിൽ അതിനകത്ത് ചർച്ചയുണ്ടാവും. പിന്നെ അവർ പറയുന്നത് ഞാൻ അനുസരിക്കും. ഇന്ന് വരെ അവർ പറഞ്ഞത് അനുസരിച്ചിട്ടേ ഉള്ളൂ. ടൈറ്റ് കമ്മിറ്റ്മെൻറ്റ്സ് അല്ല. എനിക്കിഷ്ടമുള്ള കുറച്ച് സിനിമകളുണ്ട്. അത് ചെയ്യണമെന്ന് വലിയ ആഗ്രഹം. ഭയങ്കര ഇഷ്ടമുള്ള അതിൽ ഒരു 2 മാത്രമേ